ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രസ്റ്റണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കരീബിയൻ കാർണിവലിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ ഈ കാർണിവൽ ഒരു വലിയ കൾച്ചറൽ സെലിബ്രേഷനാണ്. കരീബിയൻ കൾച്ചർ, മ്യൂസിക് ഉണ്ട്, ഡാൻസ്, കളർഫുൾ കോസ്റ്റ്യൂംസ്, ഫുഡ് എല്ലാം ഷോക്കേസ് ചെയ്യുന്ന ഒരു സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്. എല്ലാ വർഷവും സമ്മറിൻ്റെ ബിഗിനിങ്ങിലാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് 2022-ലാണ്. അന്ന് മുതലേ ഞങ്ങൾ ഇത് കാണാറുള്ളൊരു ഫെസ്റ്റിവലാണ്. ഭയങ്കര കളർഫുള്ളാണ്. സമ്മർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈബാണ്. അപ്പോൾ ഇത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരും. അടിപൊളിയാണ്. അപ്പോൾ കാർണിവലിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രൊസഷനാണ്. പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂർ പാർക്കിൽ നിന്നാണ്. അവിടെ നിന്ന് ഡാൻസേഴ്സ്, മ്യൂസീഷ്യൻസ്, ഡ്രമ്മേഴ്സ്, കളർഫുൾ കോസ്റ്റ്യൂംസ് ധരിച്ച് പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ പ്രിപ്പയർ ചെയ്ത് ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മ്യൂസിക്, ഡ്രംസ്, ഡാൻസ് എല്ലാം കൂടി ഫുള്ളി എനർജറ്റിക് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മെയിൻ ഹൈവേ ആണ് ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഒരു ഓൾമോസ്റ്റ് 1 hours to 2 hours ഉണ്ടാവും ഈ പ്രൊസഷൻ. കുറേ പേരുണ്ടാവും. അവരിങ്ങനെ മൂർ പാർക്കിന് ചുറ്റുമാണ് പ്രൊസഷൻ ചെയ്തു വരുന്നത്. മൂർ പാർക്കിൽ നിന്ന് ഇറങ്ങി പുറത്തുകൂടെയാണ് പ്രൊസഷൻ പോകുന്നത്. റോഡ് ത്രൂ ആയി സ്ലോലി മൂവ് ചെയ്യും. സിറ്റി ഓൾ ഫെസ്റ്റിവൽ വൈബാകുവേ. സൈഡിൽ ക്രൗഡ് നിന്ന് നമുക്ക് കാണാം, ഡാൻസ് കളിക്കാൻ വേണമെങ്കിൽ, ഫോട്ടോസ് എടുക്കാം. ഫുൾ സെലിബ്രേഷൻ മൂഡ്. പ്രൊസഷൻ യൂഷ്വലി ഞാൻ പറഞ്ഞതുപോലെ മൂർ പാർക്കിൽ നിന്ന് സ്റ്റാർട്ടായി ടൗൺ ത്രൂ ചെയ്ത് ഫൈനലി കാർണിവൽ ഗ്രൗണ്ടിലാണ് എത്തിച്ചേരുന്നത്. പാർക്ക് ഏരിയയിലാണ് എൻഡ് ചെയ്യുന്നത്. പ്രൊസഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രൗഡ് എല്ലാവരും തന്നെ പാർക്ക് ഏരിയയിലേക്ക് എൻട്രി ചെയ്യും. ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് നല്ല രീതിക്ക് ക്യൂ ആയിരിക്കും. അപ്പോൾ ഈ പ്രൊസഷൻ്റെ എൻഡ് വരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നല്ല രീതി ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എൻഡിങ്ങിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ പാർക്കിലോട്ട് കയറിയാലേ നമുക്ക് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാം, ഓഫ്ലൈനായിട്ടും എടുക്കാം. അവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ്സ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അഡൽട്ട് എൻട്രിക്ക് £2, അതേപോലെ കിഡ്സിന് ഫ്രീ എൻട്രിയാണ്. പേയ്മെൻറ്റ് കഴിഞ്ഞ് ഇൻസൈഡ് കയറുമ്പോൾ തന്നെ ഫുൾ കാർണിവൽ എക്സ്പീരിയൻസസ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ അകത്താണ്, ഈ ഗ്രൗണ്ടിലാണ്. പ്രൊസഷൻ എല്ലാവർക്കും കാണാൻ പറ്റും. പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് കാർണിവൽ ഗ്രൗണ്ടിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഫുള്ളി കളർഫുൾ ഡെക്കറേഷൻസും ലൗഡ് മ്യൂസിക്, സ്റ്റോൾസ്, റൈഡ്സ് എല്ലാം കൂടി ഒരു ഫുൾ ഫെസ്റ്റിവൽ വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയും ഒരു 6-7 മാസത്തെ വിൻ്റർ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സെലിബ്രേഷൻ സത്യം പറഞ്ഞ എല്ലാവർക്കും ഒരു ഭയങ്കര വലിയൊരു ആഘോഷമായിട്ട് തന്നെ എല്ലാവരും കരുതുന്നു അവിടെ. അപ്പോൾ കരീബിയൻ കാർണിവൽ എന്നത് ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. കരീബിയൻ കൺട്രീസിൽ നിന്ന് ഉള്ള ട്രഡീഷൻസ്, മ്യൂസിക്, ഡാൻസ്, കോസ്റ്റ്യൂംസ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഈവൻറ്റ്. ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഒന്നിച്ച് ജോയിൻ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൾട്ടി കൾച്ചറൽ സെലിബ്രേഷനാണ് ഇത്. അപ്പോൾ ഇവിടെ ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരിക്കും. അത് അനദർ ഹൈലൈറ്റാണ്. കരീബിയൻ ഡിഷസ്, സ്പൈസി ഫുഡ്, ഗ്രിൽഡ് ഐറ്റംസ്, സ്നാക്സ്, ഡെസേർട്സ് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്റ്റോളൊക്കെ ഉണ്ടാവും അവിടെ. ഈ കാർണിവലിൻ്റെ ഏരിയയുടെ അകത്ത് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നേ. ക്ലോത്ത്സിൻ്റെ, ആക്സസറീസ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്, ടോയ്സ്, ക്രാഫ്റ്റ്സ് എല്ലാം കളർഫുള്ളായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോളിലും കരീബിയൻ സ്റ്റൈൽ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ഫുൾ പ്ലേസ് ലൈവ്ലി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിന്യൂസ് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയർ സൂപ്പർ എനർജറ്റിക് ആയിരുന്നേ. അതേപോലെ കിഡ്സിന് റൈഡ്സും ഗെയിംസും പ്ലെൻറ്റി ഉണ്ടായിരുന്നു. ഫാമിലിയായി വന്നവർക്കും ഫുൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സ്റ്റേജ് ഷോസ് മേജർ അട്രാക്ഷൻ, ലൈവ് മ്യൂസിക്, DJ പെർഫോമൻസസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഷോസ് എല്ലാം സൂപ്പർ എനർജറ്റിക്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 6:30 7 o'clock വരെ ഉള്ളൂ കരീബിയൻ ഫെസ്റ്റിവൽ. അത് കഴിഞ്ഞിട്ട് അവിടെ മൊത്തം ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കാർണിവൽ കഴിഞ്ഞ് ഞങ്ങൾ വോൾട്ടൺ ലീഡയിൽ അടുത്തുള്ള ഒരു പീസ്ഫുൾ റിവർ സൈഡാണ് പോയി റിലാക്സ് ചെയ്തു. കാർണിവലിൻ്റെ ബിസി ആൻഡ് ലൗഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ടോട്ടലി ഓപ്പോസിറ്റായ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. വാട്ടറിൻ്റെ സൗണ്ടും ഗ്രീനറി എല്ലാം മനസ്സിനൊരു പീസ്ഫുൾ ഫീലിംഗ് തന്നെയായിരുന്നു. ഇതാണ് റിവർ റിബിൾ. ലാങ്കഷയറിലെ മേജർ റിവേഴ്സിൽ ഒന്നാണ്. അപ്രോക്സിമേറ്റ്ലി 75 miles ജേർണി ചെയ്ത് ഐറിഷ് സീയിലാണ് ഇത് ചേരുന്നത്. ഈ റിവർ വൈൽഡ് ലൈഫ്, സെനിക് വാക്കിംഗ് പാത്സ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇതെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സമ്മറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല ഒരു പീസ്ഫുൾ ഈവനിങ്, നല്ല കാം ആൻഡ് പീസ്ഫുൾ ഈവനിങ്ങും എൻജോയ് ചെയ്ത്
തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.